എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടി ഒരൊറ്റമൂലിയാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഇന്നുകൊണ്ട് പറഞ്ഞു തീരുമോയെന്നറിയില്ല. എന്തായിരുന്നാലും നമ്മൾ തുടങ്ങുകയാണ്, ആ ദിക്റിന്റെ മാഹാത്മ്യം പറഞ്ഞ് തുടങ്ങുകയാണ്. എന്തായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഇന്ന് തുടക്കം കുറിക്കാൻ, ഇന്ന് തീർക്കാമെന്ന് നോക്കട്ടെ. തീർന്നാലും നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് ആക്കാം, അതല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ അതിന്റെ ബാക്കി പറയാം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഏതായിരുന്നാലും ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ നിത്യമായിട്ട് വേണം. അങ്ങനത്തെ ഒരു ദിക്റാണ്. എന്ത് പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും, എല്ലാ പ്രയാസങ്ങളും നീങ്ങും, നിന്റെ പാപങ്ങൾ അഖിലവും അല്ലാഹു പുറത്തു തരും, നിന്റെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും തരും, നിനക്ക് നിധി കിട്ടാൻ ഒരുവട്ടെ കാരണമായി തീരും എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ചിലപ്പോൾ നിനക്കത് വലിയൊരു സംഭവമായി തീരാം. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ഉയർച്ച നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ ഒരു ദിക്ർ ചൊല്ലുന്നതായിട്ട് നീ സ്വപ്നത്തിൽ കണ്ടാൽ നിനക്ക് ഉറപ്പായിട്ടും നിധി ലഭിക്കുമെന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നാളെ തന്നെ ഇത് നിങ്ങൾ നിധി കിട്ടാനുള്ളതാകുന്ന വകുപ്പാണെന്ന് അറിയണ്ട. അങ്ങനെ തന്നെയാണ് നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഒരു മഹനീയമായ ദിക്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും അറുതി, എല്ലാ പ്രയാസങ്ങൾക്കും ഇതുകൊണ്ട് പരിചയമാണ്. ഇത് നിത്യമായി ജീവിതത്തിൽ കൊണ്ടുവരണം. എത്ര ചെല്ലണം ഉസ്താദെ? എത്ര ചെല്ലാൻ പറ്റുമോ അത്രയും ചെല്ലണം. ഏതാണത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. അതാണ് ആ ദിക്ർ. ലാ ഹൗല, ആരാധനകളിൽ നിന്ന് തെറ്റുകയുമില്ല, വലാ ഖുവത, ഇബാദത്തുകൾക്ക് ശക്തി ആർജിക്കുകയുമില്ല, ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം, ഉന്നതനായ സമുന്നതനായ അല്ലാഹുവിനെ കൊണ്ടല്ലാതെ. ഇതാണ് ആദ്യമായി പഠിച്ചു വെക്കേണ്ടത്. അതിന്റെ അർത്ഥം അതാണ്. ലാ ഹൗല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. തെറ്റുകളിൽ നിന്ന് തെറ്റി നിൽക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയില്ല, ഇബാദത്തുകൾക്ക് ആർജവും ഉണ്ടാവുകയുമില്ല അല്ലാഹുവിനെ കൊണ്ടല്ലാതെ. ആരാണ് അല്ലാഹു? അൽ അലിയ്യുൽ അളീം. അവൻ ഉന്നതനാണ്, അവൻ സമുന്നതനാണ്, സമുന്നതനാണ്. ഇതെന്തിനാ ഇത് പറയുന്നത്? പലർക്കും ഇതിന്റെ അർത്ഥം അറിയില്ല. അർത്ഥം അറിയാതെ അങ്ങനെ ചെല്ലാണ്. അർത്ഥം ആദ്യം പഠിച്ചു വെക്ക്. ഇനി നമ്മളതിന്റെ ശ്രേഷ്ഠത പറയാൻ പോകണം. ശ്രദ്ധിച്ചോ, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. എന്താണ് ഇത് ചെല്ലിയാൽ കിട്ടുന്ന നേട്ടം? ഹദീസ് പരിശോധിക്കുമ്പോൾ മാഷാ അല്ലാഹ് ഇത് ചെല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ അനവധിയാണ്, നിരവധിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറാൻ ഇത് നിദാനമാണ്. നീ ജീവിതത്തിൽ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ, എന്ത് കാര്യത്തിന് നീ പുറത്തേക്കിറങ്ങിയാലും ഒരു ലാ ഹൗല ചൊല്ലിയിട്ട് നീ പുറത്തിറങ്ങിയാൽ എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് നിനക്ക് സംരക്ഷണം ലഭിക്കുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരൊറ്റ പ്രാവശ്യം ഇത് ചൊല്ലിയാൽ മതി. എന്താണ് ചൊല്ലേണ്ടത്? ഹദീസ് പ്രകാരമാണ്. أنس بن مالك رضي الله تعالى عنه أنه قال النبي صلى الله عليه وسلم. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തു, മൻ ഖാല യഅനി ഇദാ ഖറജ മിൻ ബൈതിഹി, ആരെങ്കിലും അവന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കാല് വെക്കേണ്ടത് ഇടത് കാലാണ്. അങ്ങനെ ഇടത് കാല് വെച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവൻ പറഞ്ഞുകൊണ്ടാണ് പുറത്തിറങ്ങുന്നത്. ഒരു വചനം പറഞ്ഞിട്ടാണ്, ഒരു ദിക്ർ ചൊല്ലിക്കൊണ്ടാണ്. ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാനിതാ പുറത്തേക്ക് പോകുന്നു. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ ഞാനിതാ പരമേൽപ്പിക്കുകയാണ്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇനി തിരിച്ചു വരുന്നത് വരെ എന്നെ പരമേൽപ്പിക്കുന്നത് അല്ലാഹുവിലേക്കാണ്. എനിക്ക് യാത്രയിൽ അപകടങ്ങൾ പിണയാം. യാത്രയിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയവർ എത്രയാണ്, മരിച്ചു പോയവർ എത്ര പേരാണ്, അപകടങ്ങളിൽ പെട്ട് മരണപ്പെട്ടു പോയവർ എത്ര പേരാണ്, ദുരിതങ്കയത്തിൽ പെട്ടുപോയവർ എത്ര പേരാണ്. അത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്ന് എന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ അല്ലാഹുവിൽ
അല്ലാഹുവിലേക്ക് തവക്കുലാക്കുകയാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാനിതാ പുറത്തേക്ക് പോകുന്നു, അവനെ ഞാൻ പരമേൽപ്പിക്കുന്നു. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ആരാധനയ്ക്കുള്ള ശക്തി കിട്ടുകയില്ല, തെറ്റുകളിൽ നിന്ന് തെറ്റി നിൽക്കുകയുമില്ല അല്ലാഹുവിനെ കൊണ്ടല്ലാതെ, ഉന്നതനായ സമുന്നതനായ പടച്ച റബ്ബിനെ കൊണ്ടല്ലാതെ എന്നുള്ള ഈ വചനം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയാൽ ഫയുഖാലു ലഹു, അവനോട് പറയപ്പെടുകയാണ്, ഒരു മലക്ക് ആകാശലോകത്ത് എന്ന് പറയുമത്രേ, അവൻ കേൾക്കുകയില്ല. അവനോട് പറയുകയാണ് കുഫീതാ വഖീതാ വതനഹാലഹു ശൈത്വാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവനോട് പറയുകയാണ് കുഫീതാ, നിനക്കിതാ മതിയായി മോനെ, നിനക്ക് മതിയായിട്ടുണ്ട്. വഖീതാ, നിനക്ക് കാവലാണ്, കാവലാണ്. വതനഹാലഹു ശൈത്വാൻ, ഇനി നീ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ നിനക്ക് എല്ലാവിധ സംരക്ഷണവും ഏർപ്പെട്ടിട്ടുണ്ട്. നിന്നെ കുതന്ത്ര വലയത്തിൽ ഉൾപ്പെടുത്താൻ പിശാചിന് സാധിക്കുകയില്ല. മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന പിശാച് നിന്നിൽ നിന്ന് മാറി സഞ്ചരിക്കും ഉറപ്പാണ്. വതനഹാലഹു ശൈത്വാൻ, പിശാച് അവനിൽ നിന്ന് തെന്നി നിൽക്കുമേ. ഈ ഒരൊറ്റ പദം പറയലുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഹൃദയത്തിൽ കുന്നോളം വിഷമങ്ങളും പ്രയാസങ്ങളുമായി നിലകൊള്ളുന്ന മനുഷ്യ, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നീ ഇറങ്ങുന്നില്ലേ? കച്ചവടത്തിന് വേണ്ടി നീ പുറത്തിറങ്ങുന്നില്ലേ? ജീവിതമാർഗം അന്വേഷിച്ചുകൊണ്ട്, ജോലി അന്വേഷിച്ചുകൊണ്ട് നീ പ്രവാസ ലോകത്തേക്ക് പോകട്ടെ, നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകട്ടെ. ബിസിനസ് ആവശ്യമാർത്ഥമായിട്ട് കച്ചവടത്തിന് വേണ്ടി കട തുറക്കാൻ പോകുന്നവരെ, ജോലിക്ക് വേണ്ടി പോകുന്നവരെ, എന്ത് കാര്യത്തിന് വേണ്ടി നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലും നീ ചൊല്ലണേ ചൊല്ലണേ, ഇത് ചൊല്ലിക്കൊണ്ടിറങ്ങണേ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാര് ചൊല്ലിയാൽ മാത്രം പോരാ, മക്കള് എവിടേക്ക് ഇറങ്ങിയാലും ഏത് സ്ഥലത്തേക്ക് പോയിരുന്നാലും ചൊല്ലണേ. എപ്പോഴും ചൊല്ലാം, ഏത് സമയത്തും പുറത്തിറങ്ങുമ്പോഴും ചൊല്ലാം. എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാനിതാ പുറത്തു പോകുന്നു, അള്ളാഹുവിലേക്ക് ഞാൻ പരമേൽപ്പിക്കുന്നു, അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്നർത്ഥം വരുന്നതാകുന്ന ഈ മഹനീയമായ ദിക്ർ പറഞ്ഞുകൊണ്ട് നീ പുറത്തിറങ്ങിയാൽ നിനക്ക് കാവലാണ് തിരിച്ചു വരുന്നത് വരെ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കിട്ടുന്ന നിധിയാണ്. അങ്ങനെയാണ് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇത് ചൊല്ലിക്കൊണ്ടേയിരിക്കാം. എത്ര ചൊല്ലണം? എത്ര ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലണം. ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ, ലാഹൗല ലേഹ്യം മുഴുവനും മുഴുവനും അതിനുള്ളതാ. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ, ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ, സ്വർഗീയ വിരിപ്പ് അല്ലാഹു ഖബറിൽ വിരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ദാരിദ്ര്യം പരിപൂർണമായി നിർമാർജനം ചെയ്യാൻ ഏറ്റവും ഉപയുക്തമായ ഒന്നാണ് ലാ ഹൗല എന്ന മഹനീയമായ ദിക്ർ. അപ്പൊ അതിന്റെ ശ്രേഷ്ഠതകൾ ധാരാളമുണ്ട്. എല്ലാ ദിവസവും നിത്യമായി നമ്മൾ ചെയ്യണം, എങ്കിലേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. ഒരു ദിവസം അത് ചെയ്തു, അല്ലെങ്കിൽ ഒരു ദിവസം 50 പ്രാവശ്യം ചെയ്തു, ഒരു ദിവസം 100 വട്ടം ചെയ്തു, അതുകൊണ്ട് മാത്രം അത് ഫലം ഉണ്ടാവില്ല. നിത്യമായി ചെയ്തെങ്കിൽ മാത്രമേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ. 99 രോഗത്തിനിതു നല്ലതാ, ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ. 99 രോഗങ്ങൾക്ക് ശമനമുണ്ടത്രേ. തങ്ങൾ പറഞ്ഞ ഹദീസാണ്, അൽ ഹൗഖലതു 99 ദാഅ. സ്വഹാബ
തീർച്ചയായും ലാ ഹൗല എന്ന ലേഹ്യം അത് നിങ്ങൾ ചൊല്ലണേ, കഴിക്കണേ. അതിലൂടെ കിട്ടുന്ന നേട്ടം 99 രോഗങ്ങൾക്ക് ശമനമാണ്. 99 രോഗത്തിനിതു നല്ലതാ, ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ. 99 രോഗങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക്, പ്രയാസങ്ങൾക്ക്, മാറാവ്യാധികൾക്ക് ശമനം ഈ ലാ ഹൗല ചെല്ലുന്നതിലൂടെ കിട്ടുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതിലേറ്റവും ലഘുവായതാകുന്ന രോഗമേതെന്നറിയുമോ? മനസ്സിനെ ബാധിക്കുന്നതായ ക്ലേശമെന്ന രോഗമാണ്. അതിലേറ്റവും ചെറിയതാകുന്ന രോഗമായി കണക്കാക്കുന്നത് മനുഷ്യന്റെ മനക്ലേശമാണ്, പ്രയാസമാണ്. മനുഷ്യ, നിന്റെ മനസ്സിലുള്ളതാകുന്ന ക്ലേശങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങളൊക്കെ നീങ്ങും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇത് ചെല്ലിയാൽ കിട്ടുന്ന നേട്ടം ചെറിയ നേട്ടമല്ല, മനസ്സിലായിക്കോ. ഇത് മുസ്തഫ നബി തന്നെ നിർദ്ദേശിച്ചതാ, ഇതിനുള്ള രുചിയും തിന്നു തന്നറിയേണ്ടതാ. സ്വർഗത്തിലെ നിധി എന്ന് നബി പേരിട്ടതാ, അത് അതിശയോക്തിയിൽ പെട്ടതല്ലെന്നുള്ളതാ. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. എത്രയോ ഹദീസിന് തെളിവാണത്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഒരു യാത്ര പോകുമ്പോൾ ഫകുന്നാ ഇദാ അലൗനാ കബ്ബർനാ, ഞങ്ങൾ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കയറ്റം കയറിയപ്പോൾ ഞങ്ങൾ തക്ബീർ ഉറക്കെ ചൊല്ലുകയാണ്. ഞങ്ങൾ ഉറക്കെ തക്ബീർ ചൊല്ലി. ഉറക്കെ യാത്ര പോകുമ്പോൾ കയറ്റമാണ് എങ്കിൽ അവിടെ തക്ബീർ ചെല്ലണമെന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. തക്ബീർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അപ്പം നമ്മുടെ കിഴക്കോട്ടുള്ള യാത്രയാണ് എങ്കിൽ, അഥവാ കിഴക്കൻ പ്രദേശം, അതുപോലെ കയറ്റമുള്ള പ്രദേശങ്ങൾ എവിടെയോട്ടാണ് ഓരോ നാട്ടിൻ പ്രദേശങ്ങൾ, അവിടുന്ന് കയറ്റമുള്ളതാകുന്ന യാത്രയാണ്. വാഹനം ഇങ്ങനെ കയറ്റത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തക്ബീർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വലിയ ശബ്ദമൊന്നും വേണ്ട, പതുക്കെ ചെല്ലിയാൽ മതി. നമ്മൾ ചില കുട്ടികൾ മൂന്നാറൊക്കെ പോകുന്ന പിള്ളേരെ ഒച്ചയും പാട്ടും ഒക്കെ ഇട്ട് വലിയ സിനിമാ പാട്ടും ഇട്ട് പോകുന്ന പോലെ വലിയ ഒച്ചപ്പാട് വേണ്ട. അപ്പൊ ഈ സ്വഹാബത്ത് ഒച്ചപ്പാടിലായിട്ട് വലിയ ശബ്ദം ചൊലർത്തി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അയ്യുഹന്നാസ് ഇർബഉ അലാ അൻഫുസികും, അല്ലയോ മുഅ്മിനീങ്ങളെ, മനുഷ്യരെ, ജനങ്ങളെ, നിങ്ങൾ മിതത്വം കാണിക്കണേ, നിങ്ങൾ സൗമ്യമായി പെരുമാറണേ, ശബ്ദമൊന്ന് താഴ്ത്തണേ, താഴ്ത്തണേ. ഫഇന്നകും ലാ തദഊന അസമ്മ വലാ ഗായിബാ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി അദ്ദേഹം ബധിരനല്ല, അദ്ദേഹം കേൾക്കാത്തതാകുന്ന വ്യക്തിയല്ല, വ്യക്തിയല്ല. നിങ്ങൾ ഒരാളോട്, ബധിരനായ വ്യക്തിയോടല്ല നിങ്ങൾ ഈ ദുആ ചെയ്യുന്നത്, കേൾക്കാൻ ശേഷിയുള്ളതാകുന്ന വ്യക്തി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വലാ ഗായിബ, അവൻ അദൃശ്യനൊന്നുമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ തന്നെ അവനുണ്ട്. അതുകൊണ്ട് വലാകിൻ തദഊന സമീഅൻ ബസീറ, റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കണം, നിങ്ങൾ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കണ്ട, ഒച്ചപ്പാടുണ്ടാക്കി നാട്ടുകാരെയൊക്കെ പറയിപ്പിക്കണ്ട. മാത്രമല്ല നിങ്ങളോടൊപ്പമുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. അപ്പൊ ആ മിതത്വം കാണിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിനയം വേണം. വലാകിൻ തദഊന സമീഅൻ ബസീറ, നല്ല കേൾവിയും നല്ല കാഴ്ചയും ഒക്കെ ഉള്ളതാകുന്ന അല്ലാഹുവിനെയാണ് നിങ്ങൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സുമ്മ അതാ അലയ്യ, ബഹുമാനപ്പെട്ട അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയാൻ, എന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. വഅന അഖൂലു ഫീ നഫ്സി, ഞാൻ സ്വന്തമായി ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം.
ഞാൻ ഈ ദിക്ർ മുറുകെ പിടിച്ചുകൊണ്ട് മനസ്സിൽ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുമ്പോ പതുക്കെയാണ് ചെല്ലുന്നത്. കാരണം നബി തങ്ങൾ പറഞ്ഞതാണ് ഒച്ചത്തിൽ ചെല്ലരുതേ എന്ന്. തക്ബീർ ചൊല്ലിയവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ മയത്തിൽ എന്റെ സ്വന്തം ശരീരം കേൾക്കത്തക്ക വിധത്തിൽ ഞാൻ മനസ്സിൽ ഇങ്ങനെ ലാ ഹൗല ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്റെ അടുക്കലേക്ക് കടന്നു വരുകയാണ്. ഫഖാല യാ അബ്ദുല്ലാഹി ബിൻ ഖൈസ്, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറയുകയാണ്, അബ്ദുല്ലാഹി ബിൻ ഖൈസേ, ഖുൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നീ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ നീ ചൊല്ലിക്കൊണ്ടിരിക്കണേ. ഫഇന്നഹാ കൻസുൻ മിൻ കുനൂസിൽ ജന്ന, അത് സ്വർഗ്ഗത്തിലെ നിധിയിൽ പെട്ടതാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇവിടെ തഴവ ഉസ്താദ് പറഞ്ഞത്. സ്വർഗത്തിലെ നിധി എന്ന് നബി പേരിട്ടതാ, അത് അതിശയോക്തിയിൽ പെട്ടതല്ലെന്നുള്ളതാ. സ്വർഗത്തിലെ നിധി എന്ന് ആര് പറയിപ്പിച്ചതാ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ദിക്റിനെ കുറിച്ച് പറഞ്ഞത്. ഏത് ദിക്ർ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്ർ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഒറ്റക്കിരുന്നു കൊണ്ട് ഒച്ചത്തിലല്ലാതെ പതുക്കെ ചെല്ലുന്നത് പ്രവാചകനാ ഹൃദയം വായിച്ചെടുക്കാൻ. അദൃശ്യമറിയുന്ന പരിശുദ്ധ പ്രവാചകൻ, അസാധാരണ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയായ പരിശുദ്ധ പ്രവാചകൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് നോക്കി അബൂ മൂസ അശ്അരിയോട് പറയാണ്, യാ അബ്ദുല്ലാഹി ഇബ്നു ഖൈസ്, അബ്ദുല്ലാഹി ഇബ്നു ഖൈസേ, നീ ചൊല്ലണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ നീ ചൊല്ലണം എന്ന് പറഞ്ഞാൽ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെന്ന് റസൂലുള്ളാഹിക്ക് അറിയാം. അതുകൊണ്ട് പറഞ്ഞു നീ അത് അധികരിപ്പിക്കും. എന്തുകൊണ്ട്? ചൊല്ലിക്കഴിഞ്ഞാൽ ഫഇന്നഹാ കൻസും മിൻ കുനൂസിൽ ജന്ന, അത് സ്വർഗ്ഗത്തിൽപ്പെട്ട നിധിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു റിവായത്തിൽ ഇപ്രകാരമുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞത്, അലാ അദുല്ലുക അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന, അല്ലയോ അബൂ മൂസ അശ്അരി, നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ സ്വർഗ്ഗത്തിലെ നിധിയിൽപ്പെട്ടതായ ഒരു നിധിയെ കുറിച്ച് നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? ഫഖാല, ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ബലാ യാ റസൂലല്ലാഹ്, പഠിപ്പിച്ചു തന്നാലും റസൂലേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്റാണതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, ഒരുപാട് ഹദീസുകൾ വ്യത്യസ്ത റിവായത്തിൽ കാണാം. ഹാസിം ഇബ്നു ഹർമല റളിയല്ലാഹു അൻഹു പറയുകയാണ്, മറർതു ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ ഫഖാല, നബി തങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, യാ ഹാസിം, അല്ലയോ ഹാസിം എന്നവരെ, അക്സിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അൽ അലിയിൽ അളീം. നീ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്ർ നീ അധികമായി ചൊല്ലിക്കൊണ്ടിരിക്കണേ. അക്സിർ, നീ അധികരിപ്പിക്കണേ, അധികരിപ്പിക്കണേ. ഫഇന്നഹാ കൻസും മിൻ കുനൂസിൽ ജന്ന, അതെല്ലാം സ്വർഗ്ഗത്തിലെ നിധികളിൽ പെട്ടതായ നിധിയാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. സമ്പത്തില്ലാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനത്തെ, പ്രവാസ ലോകത്തേക്ക് വണ്ടി കയറിയവരെ, ഈ ഭൗതിക ലോകത്ത് തന്നെ കഷ്ടതകളും യാതനകളും അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നവരെ, ഒരു ചാൺ വയറ് നിറയ്ക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നതായ മുഅ്മിനെ, നിന്റെ നാവിൻ തുമ്പിൽ ഉണ്ടാകേണ്ട ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അൽ അലിയിൽ അളീം. നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ദിക്റാണ് ഇത്. ചൊല്ലിയാൽ നീ രക്ഷപ്പെടും, ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ ദിവസം മുടക്കാൻ പാടില്ല. ഇത് ചൊല്ലി സ്വപ്നമിലെന്നു കണ്ടാൽ നല്ലതാ, ഒരു സംശയം ഇല്ലാതെ ധനമെത്തുന്നതാ.
ആരെങ്കിലും ഇത് സ്വപ്നത്തിൽ ചൊല്ലിയതായിട്ട് കണ്ടാൽ, നമ്മൾ ചൊല്ലുന്നതായിട്ട് കണ്ടു, എങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുകൊണ്ട് കണ്ടിരുന്ന നേട്ടം എന്താ? അവന് നിധി ലഭിക്കും എവിടുന്നെങ്കിലും, ഉറപ്പാണ്. ഇത് സ്വപ്നത്തിൽ കണ്ടാൽ, സ്വപ്നത്തിൽ ചെല്ലുന്നതായിട്ട് കാണണം, ഇത് തന്നെ കാണണം, അത് നമ്മൾ തന്നെ ചെല്ലുന്നതാണ്. വല്ലവരും ചെല്ലുന്ന കണ്ടാൽ അവന് നിധി കിട്ടും. അതാ അവസ്ഥ, നമുക്ക് പോയി കിട്ടും. അള്ളാഹു നമ്മളെ സാലിഹീൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇത് നിത്യമാക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് ചൊല്ലി 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 അങ്ങനെ അങ്ങ് ആയിത്തീരും. അങ്ങനെയാണ്, അധികമായി ചൊല്ലണം, അപ്പോഴേ വരുവുള്ളൂ. നിനക്കെത്ര തിന്നാം അത്രയും ദഹിക്കുന്നതാ, സമയം അതിനൊരു ക്ലിപ്തവും ഇല്ലാത്തതാ. ഇതേത് സമയത്താ ഉസ്താദെ ചെല്ലേണ്ടത്? അങ്ങനെ ചോദിക്കും ചിലര്. എത്ര ചെല്ലാൻ പറ്റുമോ അത്രയും ചെല്ലിക്കോ, അതിനൊരു സമയം ക്ലിപ്തപ്പെടുത്തിയിട്ടില്ല. നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇന്ന സമയത്ത് ചെല്ല്, ഇന്ന സമയത്തില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് 1-2 സമയങ്ങൾ പറയുന്നുണ്ട്. അത് പാലിച്ചാൽ വളരെയേറെ ഗുണമാണ്. അതിരാവിലെ സുബഹിക്കു ശേഷം നല്ലതാ, അതുപോലെ വൈകിട്ടും കുറെ തിന്നേണ്ടതാ. രാവിലെ സുബഹി കഴിഞ്ഞതിന് ശേഷവും ഈ ദിക്ർ ചൊല്ലണം, അതുപോലെ വൈകിട്ടും കുറെ ഈ ദിക്ർ ചൊല്ലണം. തിന്നേണ്ടതാന്ന് പറഞ്ഞാൽ ഈ ദിക്ർ തിന്നുന്ന കാര്യ. വൈകിട്ട് രാത്രി ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കണമെന്ന് ഉസ്താദ് പറഞ്ഞത്. അങ്ങനെ പറയല്ലേ, അള്ളാഹ് ദിക്റിന്റെ കാര്യം പറയുന്നത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിരാത്രിയിൽ ഏത് കൂടുതൽ കഴിക്കേണ്ടത്? ഈ ദിക്ർ, യാ ഹൗല എന്ന ദിക്ർ കൂടുതലായിട്ട് ചെല്ലണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് റബ്ബിനാണൊരു മായവും ചേരാത്തതാ, അള്ളാഹുവിന്റെ റസൂല് സ്വന്തം ചെയ്തതാ. ചില ആളുകളുണ്ടല്ലോ എന്ത് നന്മയും മുടക്കുന്ന ചില ആളുകൾ, പുത്തംവാദികളാകുന്ന ചില ആളുകളെ പോലെ എന്ത് നന്മയും മുടക്കും. അങ്ങനെ ചിലർ ചോദിക്കും, നബി ചെയ്തിട്ടുണ്ടോ, നബി ചെയ്തിട്ടുണ്ടോ? എന്നാ നബി ചെയ്ത ഒരു അമല് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം 1000 പ്രാവശ്യം മാറിയിരുന്ന് ചെല്ലിക്കും. ചെല്ലാൻ തയ്യാറാണോ? അതും മുടക്കും. അതാണ് നമ്മുടെ ഖൗം. അല്ലാഹു ആക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ചെയ്ത് പഠിപ്പിച്ചതാണിത്, ലാ ഹൗല എന്ന ദിക്ർ. ഇത് റബ്ബിനാണൊരു മായവും ചേരാത്തതാ, അല്ലാഹുവിന്റെ റസൂല് സ്വന്തം ചെയ്തതാ. മാഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലൈസൻസ് എടുത്തിതു തിന്നലേറ്റം നല്ലതാ, ഉടനടി ഫലം എത്തുന്നതിനുതകുന്നതാ. ഇത് ചെല്ലുമ്പോ എങ്ങനെ ചെല്ലണം? ഇത് ആലിമീങ്ങളിൽ നിന്ന്, പണ്ഡിതന്മാരിൽ നിന്ന് ഇത് ഇജാസത്തോടു കൂടി ചെല്ലണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഇജാസത്ത് തരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എനിക്ക് എന്റെ ഉസ്താദുമാരിൽ നിന്ന്, മശായിഖന്മാരിൽ നിന്ന് തന്ന ഇജാസത്തിൻ പ്രകാരം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും തരും. അപ്പോൾ അതൊരു അനുവാദമായി അവർക്ക് മുൻഗാമികളാകുന്ന മഹാരഥന്മാർ നൽകിയതുപോലെ, ആ മഹാരഥന്മാർക്ക് അതിന് മുൻഗാമികൾ നൽകിയതുപോലെ, ഇത് പരിശുദ്ധ പ്രവാചകനിൽ നിന്ന് ഒരു സനദുൽ ഇത്തിസാലാണ്, മുത്തസിലായ ഒരു സനദിലൂടെ നൽകപ്പെടുന്നതായ ഒരു അമലാണ്. അങ്ങനെ ആ ഒരു പരമ്പരയിലൂടെ നമുക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിന് വലിയ ഫലമുണ്ടാകും. നമ്മളിത് കേൾക്കുമ്പോൾ ചിലർ കമന്റ് ചെയ്യും, ഓ ലാ ഹൗല അല്ലേ എൻ്റെ പൊന്നുസ്താദ്, ഞങ്ങൾ എല്ലാ ദിവസവും 1000 വട്ടം ചെല്ലുന്നുണ്ട്, ഞാൻ 10000 ഡെയിലി ചെല്ലുന്നുണ്ട്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ 15000 ചെല്ലാറുണ്ട് ഡെയിലി. രാവിലെ 25000, വൈകുന്നേരം 15000, അങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ വരെ പച്ചക്കള്ളം പറയത് വിടുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാണ്. ചിലരോട് നമ്മളിത് പറയാം, ഈ ദിക്ർ ചെല്ലാൻ വേണ്ടി പറയുമ്പോൾ ചിലർ പറയും, ഉസ്താദ് അത് ഞാൻ ഒരുപാട് ചെല്ലിട്ടോ, അത് ഞാൻ ഒരുപാട് ചെല്ലിട്ടോ, അത് ഞാൻ ഒരുപാട് ചെല്ലി. അതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മഹത്വം അറിയണ്ടേ? ഇത് ലൈസൻസ് എടുത്തിട്ട് ചെല്ലേണ്ട കാര്യമാണ്. ലൈസൻസ് എടുക്കണം. ഇത് നമ്മുടെ ആലിമീങ്ങളിൽ നിന്ന് ലൈസൻസ് കിട്ടിയതാകുന്ന ഉലമാക്കളിൽ നിന്ന് നേരിട്ട് ഇജാസത്തിന് പ്രകാരം, ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഇജാസത്ത്, അവരുടെ അനുവാദ പ്രകാരം ചെല്ലുമ്പോഴേ ഇതിന് ഫലം ഉണ്ടാവുള്ളൂ. നീ കോടിക്കണക്കിന് ചെല്ലിയിട്ടുണ്ടാവും, അതിന് നിനക്ക് ഫലമില്ലാത്ത എന്തുകൊണ്ടാ? ഉടനടി ഫലം കിട്ടണോ, പെട്ടെന്ന് നിനക്ക് ഇതിന്റെ ഫലം കിട്ടണോ എങ്കിൽ ലൈസൻസ് ഉള്ളവരുടെ കയ്യിൽ നിന്ന് ഇത് കൈപ്പറ്റണം. അവര് ലൈസൻസ് തരുമ്പോൾ ഇത് ചെല്ലണം. അങ്ങനെ ചൊല്ലിയാൽ നിനക്ക് ഫലം കൂടും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി ഇതെങ്ങനെയാ ചെല്ലേണ്ടത്? അത് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പഠിപ്പിക്കാൻ. വെറുതെ നീ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് മാത്രം ചെല്ലാതെ അതിനൊരു ബിസ്മി കൂട്ടി ചെല്ലിയാൽ ഭയങ്കര ശ്രേഷ്ഠതയാണ്. കാരണം ബിസ്മിയുടെ ശ്രേഷ്ഠത ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഒരു ദിവസം വിവരിക്കേണ്ടതാണ്. ബിസ്മി മാത്രം അതിന്റെ ശ്രേഷ്ഠത തന്നെ വിവരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് ബിസ്മി മുഴുവനും ചേർത്തു തിന്നൽ നല്ലതാ, അതിനിടയിൽ അപ്പോൾ വാവ് ചേർത്തിരിക്കേണ്ടതാ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സാധാരണ നമ്മൾ ചെല്ലല് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നാണ്. അതിന്റെ ആ ലാ ഹൗലയ്ക്ക് തൊട്ടുമുമ്പ് ഒരു വാവ് കൂടി ചേർക്കണം. അതെന്തിനാ ഉസ്താദേ? അത് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനോടൊരു കണക്ഷന് വേണ്ടിയാണ്. അത്ഫിന്റെ വാവ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ ബിസ്മി നമ്മൾ ഈ ലാ ഹൗലയുമായിട്ട് കണക്ട് ചെയ്യണം. രണ്ടും ഒറ്റയാണെന്ന് അറിയിക്കാൻ വേണ്ടി അങ്ങനെ ചെല്ലുക. അത് തുടക്കത്തിൽ മാത്രം ബിസ്മി മതിയോ? പോരാ, എല്ലാ പ്രാവശ്യവും ബിസ്മി ആവർത്തിക്കുക. ബിസ്മിക്കൊരു ശ്രേഷ്ഠതയുണ്ട്. അതിനുവേണ്ടിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അശുദ്ധിയുടെ ഘട്ടമുള്ളതാകുന്ന സമയമാണെങ്കിൽ നിങ്ങൾ ആ ബിസ്മി ഒഴിവാക്കലാണ് നല്ലത്. കാരണം എന്താ? ഖുർആനിൽ പെട്ടതായതുകൊണ്ട് എല്ലാ സൂക്തങ്ങളിലും 113 സൂക്തങ്ങളിലും തുടക്കത്തിൽ ബിസ്മി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ബിസ്മി ഒഴിവാക്കലാണ് നല്ലത്. അപ്പൊ ലാഹോലയുടെ മഹത്വം അതാണ്. അപ്പൊ വാവ് ചേർത്തിട്ട് ചെല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഒന്ന് ചെല്ലിക്കുക, എല്ലാവരും ചെല്ലിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അങ്ങനെ ചെല്ലണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ചെല്ലുമ്പോൾ അത് ഭയങ്കര ശ്രേഷ്ഠതയാണ്. ഇനി വേറെന്തൊക്കെ നേട്ടമുള്ളത്? തഴവ ഉസ്താദിന്റെ ബൈത്ത് തന്നെ നമുക്ക് കുറച്ചുകൂടി ചെല്ലാം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് 1-2 ഹദീസ് കൂടി അതിലേക്ക് ഉപോത്ബലകമായിട്ട് പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പൊ തന്നെ 10:30 ആയി. 1-2 കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് പറയാം. എന്നിട്ട് നമുക്ക് ബാക്കി പറയാം ഇൻഷാ അല്ലാഹ്. മടിക്കാതെ തന്നിതു നിത്യവും കഴിക്കേണ്ടതാ, മൗത്തിന്റെ സമയം മംഗളം പാടുന്നതാ. ഒറ്റ ദിവസം മുടങ്ങാതെ മടി വരാതെ ചെയ്യണം. അതിലാണ് വിജയം ഉണ്ടാവുക. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ഇത് ഭയങ്കര സംഭവമായിട്ട്, ഇത് ഇത്ര നാളായിട്ട് ഇതിന്റെ ശ്രേഷ്ഠത ഇത്രത്തോളം അറിയില്ലായിരുന്നു, മുസ്ലിയാർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാത്രി അങ്ങ് ഇരിക്കും ഫുള്ളായിട്ട്. എന്നിട്ട് കുറെ അങ്ങ് ചെല്ലിയാണ് 1000 പ്രാവശ്യം ചെല്ലിയിട്ട് നാളെ പിന്നെ ഹാജിയാര് സുബഹി ഇല്ല, പിന്നെ ലുഹറും ഇല്ല, അസറും ഇല്ല, ഒന്നുമില്ല. ഖലാസ് യാ അല്ലാഹ്. പെണ്ണുങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് ഇന്നലെ ലാഹോര ഇല്ലായിരുന്നു, അതുകൊണ്ടാ കുറച്ച് ക്ഷീണം. ലാഹോയിലെ ലേഹ്യം കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ക്ഷീണം പിടിവിട്ടു എന്ന് പറഞ്ഞ് പിന്നെ ഒന്നുമില്ല, നിസ്കാരം പോലുമില്ല, ഫർദായ നിസ്കാരം പോലുമില്ല. ആ കോലത്തിലാണെങ്കിൽ അള്ളാഹത്ത് അധികം ചെല്ലാതിരിക്കുന്നതല്ല. ഇത് ഡെയിലി നിത്യമായിട്ട് ചെയ്യണം, എങ്കിൽ വലിയ ഫലമാണ്. വിഷമവും പ്രയാസവും കൂടുതലുള്ളവർ അവര് ഏറ്റവും ചുരുങ്ങിയത് ഒരു 313 ചെല്ലണം. അവിടെ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇത് ചെല്ലിങ്ങനെ വന്നാൽ എന്താ ഗുണം? എല്ലാ ദിവസവും നിത്യമാക്കി വന്നാൽ മൗത്തിന്റെ സമയം, മരണസമയം റാഹത്താകും. കണ്ടോ? അപ്പൊ കിട്ടുന്ന നേട്ടം വേറൊരു നേട്ടമാണ്. ദാരിദ്ര്യം മാറുമെന്നൊക്കെ പറഞ്ഞു, പ്രയാസങ്ങൾ നീങ്ങും. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചെല്ലിക്കഴിഞ്ഞാൽ അവന്റെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ നീങ്ങി റാഹത്തായി തിരിച്ചു വരാൻ സാധിക്കും. എല്ലാവിധ കാവൽ സംരക്ഷണവും ഉണ്ടാകും. ഇതൊക്കെ ഇവിടെ പറഞ്ഞു. എന്നിട്ട് പറയുന്നു മൗത്തിന്റെ സമയം, മരണത്തിന്റെ സമയം റാഹത്താകും. കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീക്ക് കിട്ടും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. മാത്രമല്ല ഇത് ബാഖിയാത്തു സാലിഹാത്തിൽ പെട്ടതാ എന്നുള്ളതും ഇഹ്യായിലും വിവരിച്ചതാ. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ വ്യക്തമാക്കിയതായ കാര്യമാണ്. വൽ ബാഖിയാത്തു സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ വ ഖൈറുൻ അമലാ. ഖുർആനിൽ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിലൂടെ പഠിപ്പിച്ചതല്ലയോ ബാഖിയാത്തു സ്വാലിഹാത്തി എന്ന് പറയുന്നതായ ശേഷിച്ചതാകുന്ന സൽക്രമങ്ങളുണ്ടല്ലോ, അതൊരു വ്യക്തി ചെയ്യാൻ തൗഫീക്ക് കിട്ടിയാൽ അവൻ രക്ഷപ്പെട്ടവനാണ്. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായ അമൽ അതാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ വ്യക്തമാക്കിയതാണ്. ആ ബാഖിയാത്തു സ്വാലിഹാത്തിൽ പെട്ടതായ അമലാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹ് ഗസാലി ഇമാം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഏത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഈ ദിക്ർ ചൊല്ലുക. അത് നേരത്തെ പറഞ്ഞ രീതിക്കാണ് എങ്കിൽ വളരെ ഫലമായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അങ്ങനെ തന്നെ അല്ല, ഓരോന്നിനും ബിസ്മി ആവർത്തിക്കണം. അങ്ങനെ ചെല്ലിയാൽ വലിയ ഫലമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
കണ്ണിനിതേറ്റം കൗതുകം നൽകുന്നതാ, ഖബറിൽ കടന്നാൽ കണ്ടു തന്നറിയേണ്ടതാ. കണ്ണിന് ഏറ്റവും വളരെ കൗതുകമാണിത്. മാഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖബറിലേക്ക് പോകുമ്പോൾ കണ്ടറിയും അവിടെ നമ്മൾ എന്ന് പറഞ്ഞാൽ അവിടെ ഇതിന്റെ സന്തോഷം ഉറപ്പായിട്ടും കണ്ടറിയും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറുക മാത്രമല്ല, ഖബറിൽ മരണം റാഹത്താകും, ഖബറിൽ സന്തോഷമുണ്ടാകും. ഇത് നിത്യമാക്കിയാൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദാ ഇനിയാണ് നമ്മുടെ വിഷയം. നമ്മുടെ ഹെഡിങ് ഇടപെട്ടതിലേക്ക് വന്നില്ലല്ലോ ഉസ്താദെ എന്ന് ബാധിക്കുന്നുണ്ടാവും. അത് ഞാൻ നേരത്തെ ഒരു ഹദീസിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. 99 രോഗങ്ങൾക്ക് ശമനമാണ്, അതിലേറ്റവും അവസാനത്തതാണ് അദിനാഹ അൽ ഗമ്മോ. ഏറ്റവും നിസാരമായതായിട്ട് അതിന് കണക്കാക്കുന്നതാണ് മനക്ലേശം എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും നീങ്ങും ഇത് ചൊല്ലിയാലെന്നർത്ഥം. ക്ലേശങ്ങൾ എല്ലാവരും മാനസിക വിഷമമുള്ളവരല്ലേ. ഇപ്പൊ ഈ സദസ്സിൽ നിലകൊള്ളുന്നവര് 100 കണക്കിന് സഹോദര സഹോദരിമാർ, ഭർത്താവിന്റെ പ്രശ്നം, ഭാര്യയുടെ പ്രശ്നം, കുടുംബത്തിന്റെ പ്രശ്നം, വീടിന്റെ പ്രശ്നം, വീട് വിൽക്കാൻ വെക്കുന്നു, വീട് വാങ്ങാൻ വേണ്ടി നിലകൊള്ളുന്നു, വീട് ജപ്തിയുടെ വക്കിൽ നിലകൊള്ളുന്നു, മക്കള് സാലിഹീങ്ങളാകുന്നില്ല, പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഹാഫിളീങ്ങളാകണം, ആലിമീങ്ങളാകണം, ഓർമ്മശക്തി വാപ്പയുടെ പോയി, ക്യാൻസർ രോഗിയായിരുന്നത് പ്രിയപ്പെട്ട ഉമ്മ, കുടുംബത്തിൽ പലർക്കും കോവിഡ് ബാധിച്ച് നിലകൊള്ളുന്നു, ജോലിയില്ലാതെ വിഷമിക്കുകയാണ്, ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കട തുറക്കാൻ വയ്യ, വളരെയേറെ പ്രയാസം, എല്ലാം ലോക്ക്ഡൌൺ ആയിട്ട് നിലകൊള്ളുന്ന ഈ സമയത്ത് മാനസികമായി ശാരീരികമായി എല്ലാവരും വളരെയേറെ പ്രയാസത്തിലും ക്ലേശത്തിലും ദുരിതത്തിലും നിലകൊള്ളാൻ ഈ സമയത്ത് കൂടുതലായി അധികരിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ക്ലേശത്തിനെന്നും എപ്പോഴും ഉതകുന്നതാ, കൽബിന് സന്തോഷം സദാ പുതുക്കുന്നതാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന മഹനീയമായ ദിക്ർ വിസ്മി ചേർത്തുകൊണ്ട് നീ ചൊല്ലിക്കഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ എപ്പോഴും സദാസമയം സന്തോഷം നിലകൊള്ളും. മാത്രമല്ല നിന്റെ മാനസികമാകുന്ന സംഘർഷങ്ങൾ നിനക്ക് വിരാമമാകും. നിന്റെ ഹൃദയം എപ്പോഴും തിളങ്ങി നിൽക്കും, ക്ലേശമുണ്ടാവുകയില്ല. നിന്റെ ഹൃദയം എപ്പോഴും ഈമാനികമാകുന്ന ആവേശത്തിൽ നിലകൊള്ളും. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. ആശ്വാസം എന്നത് സകലതും ഇതിലുള്ളതാ, അസ്ഹാബികൾ ഇത് യുദ്ധമിൽ തിന്നുന്നതാ. എന്തിനാ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പല സ്ഥലങ്ങളിൽ തിന്നുക 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 എന്ന് ഈ ലാഹൗലയെ കുറിച്ച് പറഞ്ഞത്? വേറെ ഒന്നിനെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താ കാര്യം? അദ്ദേഹത്തിന്റെ മുരീദന്മാർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി, ഭക്ഷണം കഴിക്കുന്നത് പോലെ നീ കണക്കാക്കേണ്ടതാകുന്ന ഒരു അമലാണ് ഇത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ മനുഷ്യൻ മറന്നുപോകില്ലല്ലോ. ആരോഗ്യം നിലനിർത്താൻ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള താഖത്ത് നിനക്ക് വേണം. അതുകൊണ്ടാണ് തിന്നുക എന്ന പദം. അത് നീ എന്തായാലും നീ കറക്റ്റ് ആക്കും. അതുകൊണ്ട് തന്നെ അതേ അളവിലല്ല, അതിനേക്കാൾ കൂടുതൽ നീ തിന്നോ, നീ കഴിച്ചോ, നീ ധാരാളമായിട്ട് ഇത് കൊണ്ടുവാ. ഈ ദിക്ർ നീ കൊണ്ടുവന്നേ പറ്റൂ. ഭക്ഷണം കഴിക്കുന്നത് പോലെ 3 നേരം വെട്ടി വിഴുങ്ങുന്ന മനുഷ്യ, 3 നേരം ആഹാരം കഴിക്കുന്നവൻ, 4 നേരം കഴിക്കുന്നവൻ, 5 നേരം കഴിക്കുന്നവൻ, പിന്നീട് ചായ കുടിക്കുന്നവൻ, ജ്യൂസ് കുടിക്കുന്നവൻ, ജീവിതം മുഴുവനും ആർമാദിക്കുന്നവൻ, എന്തേ ഈ ദിക്ർ മറന്നു പോകുന്നത്? ഇതുകൂടി നീ കഴിക്കും. ഇത് നീ കഴിക്കും, നിന്റെ ജീവിതത്തിലുള്ള എല്ലാ മനക്ലേശങ്ങളും എല്ലാ പ്രയാസങ്ങളും നീങ്ങും. അതുകൊണ്ട് ഇത് നിത്യമാക്കിൻ. ആശ്വാസം എന്നത് സകലതും ഇതിലുള്ളതാ, അസ്ഹാബികൾ ഇത് യുദ്ധമിൽ തിന്നുന്നതാ. ഘോരമാകുന്ന യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ സ്വഹാബത്തെ കിറാമിന്റെ നാവിൻ തുമ്പിൽ ഉണ്ടാകുന്ന ദിക്റാണിത്. റസൂലുള്ള ചൊല്ലിയ ദിക്റാണ് ഇത്. സ്വർഗത്തിന്റെ നിധിയിൽപ്പെട്ട നിധിയാണെന്ന് പഠിപ്പിക്കുക മാത്രമല്ല, റസൂലുള്ള പറഞ്ഞതാണ്, അത് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതാണ്. എത്രയോ ദിക്റുകൾ ജീവിതത്തിൽ ചൊല്ലിത്തീർക്കുന്ന സ്വഹാബത്ത്, ആ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അബൂ മുസൽ അശ്അരി യാ ഹബാ ഹാസിം, നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സ്വഹാബത്തിന് പോലും റസൂലുള്ള ഇത് പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ ആ സ്വഹാബത്ത് പോലും യുദ്ധത്തിന്റെ മുഖത്ത് അവരെല്ലാവരും തന്നെ ചൊല്ലി തീർത്തിട്ടുണ്ട് എങ്കിൽ അതിലൂടെ അവർക്ക് റാഹത്തായ വിജയം കൈവരിക്കാൻ യുദ്ധമുഖങ്ങളിൽ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഈ യുദ്ധത്തിന്റെ മഹത്വം എത്രയാണ്, ശ്രേഷ്ഠത എത്രയാണ്. അസ്ഹാബികൾ ഇത് യുദ്ധമിൽ തിന്നുന്നതാ, അതിനാലെ വിജയം കണ്ടു സ്തുതി പാടുന്നതാ. ഏത് യുദ്ധത്തിലും അവരിത് ചൊല്ലിയാൽ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് വിജയമുണ്ടാകും. ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ കാരണം. അപ്പൊ അവിടെ ഒരു കാര്യം മനസ്സിലായി, ശത്രുവിനെ തോൽപ്പിക്കാനും ഈ ദിക്ർ കൊണ്ട് സാധിക്കും.
ഇപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ എഴുതിയിട്ടോണം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മരണം റാഹത്താകും, ഖബർ ജീവിതം റാഹത്താകും, ജീവിതത്തിൽ മനക്ലേശങ്ങളില്ലാതിരിക്കും, സ്വർഗത്തിൽപ്പെട്ട നിധിയാണ്, ഇത് ചൊല്ലിയാൽ നിനക്ക് നിധി ലഭിക്കും, നിനക്ക് സന്തോഷം ലഭിക്കും, നിനക്ക് സാമ്പത്തികമാകുന്ന ഭദ്രതയുണ്ടാകും, നിന്റെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. ഇതൊക്കെ ഇവിടെ പറഞ്ഞതാണ്, ഒക്കെ ഇവിടെ വായിച്ചു പറഞ്ഞതാണ്. ഹദീസിന്റെ പിൻബലത്തിൽ ഇതൊക്കെ ഓർമ്മപ്പെടുത്തിയതാണ്. മാത്രമല്ല ഇത് ബാഖിയാത്തു സ്വാലിഹാത്തിൽപ്പെട്ട അമലാണ് എന്ന് പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠമായ അമലാണ്. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പൊരുത്തമുള്ള വളരെ ശ്രേഷ്ഠകരമാകുന്ന അമലാണിത്. നിന്റെ ഹൃദയത്തിന് എപ്പോഴും സന്തോഷം സദാസമയം തുടികൊള്ളും. ഇതുകൊണ്ട് നിനക്ക് ശത്രുവിനെതിരിൽ വിജയിക്കാൻ സാധിക്കും. മാഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ ഇത് എത്ര ചെല്ലണം? ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, ഇത് മുർസലീങ്ങളുടെ എണ്ണമിൽ ഖൈറുള്ളതാ, ഹമ്മന്ന സൈന്യം തോറ്റു കീഴടങ്ങുന്നതാ. മുർസലീങ്ങളുടെ എണ്ണത്തിൽ ഇത് ചെല്ലണം. എത്രയാ മുർസലീങ്ങൾ? എത്രയാ മുർസലീങ്ങൾ? ഒന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ, എല്ലാവർക്കും അറിയാവോന്ന്, ശ്രദ്ധിക്കുന്നവരുണ്ടോ നോക്കട്ടെ. മുർസലീങ്ങൾ എത്രയാണ്? ഒന്ന് വേഗം ഒന്ന് കമന്റ് ചെയ്യും. അവിടെ കൊണ്ട് നിർത്താൻ, എന്നിട്ട് ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ വേറെ കുറച്ച് ഹദീസുകൾ പറഞ്ഞ് നല്ലൊരു ചരിത്രം കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഇലാഹുലെ പൂർത്തീകരിക്കാനുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് നമ്മൾ നിത്യമിൽ കൊണ്ടുവരണം. 313 മുർസലീങ്ങൾ. എത്ര പേരാണ്? 313. കിട്ടുന്നില്ല, ഇപ്പോഴും പറയുന്നുണ്ടല്ലോ കിട്ടുന്നില്ലെന്ന്. മാഷാ അല്ലാഹ്. സഫ്വാൻ ആദം പറയുന്ന കേട്ടെന്ന് തോന്നുന്നു. എന്തോട്ടെ, ഇനിയിപ്പോ എല്ലാവർക്കും എഴുതിയിടാം. 313 മുർസലീങ്ങൾ. അമ്പിയാക്കൾ എത്ര പേർ? 1,24,000 അമ്പിയാക്കളിൽ നിന്ന് മുർസലീങ്ങൾ ഉള്ളത് 313 പേരാണ്. ഞാനിത് പറയാൻ കാരണം 1,24,000 നിന്ന് 313 കുറച്ചിട്ട് ആ എണ്ണമല്ല, അമ്പിയാക്കളല്ല, മുർസലീങ്ങളുടെ എണ്ണത്തിലാണ് ചെല്ലേണ്ടത്. 313 ദിനേന പിടിക്കണം, ഒരു ദിവസം പോലും മുടങ്ങരുത്. കൂടുതൽ വിഷമവും പ്രയാസമുള്ളവർ നിർബന്ധമായിട്ടും അത്ര തന്നെ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എനിക്കെൻ്റെ ഉസ്താദുമാരിൽ നിന്ന്, എൻ്റെ മശായിഖന്മാരിൽ നിന്ന്, എൻ്റെ ഗുരുനാഥന്മാരിൽ നിന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന മഹനീയമായ ദിക്ർ ചൊല്ലാൻ അവർ അനുവാദം നൽകിയതുപോലെ, അത് ഇന്ന സമയമൊന്നുമില്ല, ഏത് സമയത്തും ചൊല്ലാം. അതേപോലെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും ഞാൻ അനുവാദം തന്നിരിക്കുന്നു. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കട്ടെ. എല്ലാവരും 313 അള്ളാഹു സ്വീകരിക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹു നസീബാക്കട്ടെ. നിങ്ങളിവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്, അല്ല നിങ്ങളെല്ലാവരും അറിയാത്തവരെന്നുള്ള നിലയ്ക്കല്ല. മാഷാ അല്ലാഹ്. അപ്പോൾ 313 പ്രാവശ്യം ചെല്ലണം ഇൻഷാ അല്ലാഹ്. ഞാൻ സ്വീകരിച്ചു എന്നെല്ലാവരും പറയും. എല്ലാവരും ഒന്ന് അറിയിച്ചേ, സാധു പറഞ്ഞത് ഈ പ്രകാരം ഞാൻ സ്വീകരിച്ചു എന്ന് പറയാം. ഇൻഷാ അല്ലാഹ് ഈ ഇജാസത്ത് സ്വീകരിച്ചു. 313 സാധിക്കാത്തവർ ഒരു 100 പ്രാവശ്യമെങ്കിലും ദിനേന ചെല്ലണം. അതും സാധിക്കാത്തവർ, എനിക്ക് ചെലക്കുള ഉസ്താദ് തന്ന ഒരു ഇജാസത്തുണ്ട്, അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് കൊടുത്ത ഇജാസത്താണ്. അതെപ്പോഴാണ്? സുബഹിക്ക് ശേഷം 33 പ്രാവശ്യം ചെല്ലാൻ വേണ്ടിയുള്ളത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഏറ്റവും ചുരുങ്ങിയതാണ്. അതിൽ ചുരുങ്ങിയിട്ട് പിന്നെ ചെല്ലണമെന്നില്ല. അല്ലാഹ് അങ്ങനെ ചെല്ലിയിട്ട് ഒരു ഗുട്ടൻസ് കിട്ടൂല. ഏറ്റവും ചുരുങ്ങിയത് സുബഹിക്ക് ശേഷം 33 പ്രാവശ്യം അത് ചെല്ലാം. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് 100 വട്ടം ചെല്ലാം. അതല്ല 313 ദിനേന ചെല്ലാം. എങ്ങനെയായിരുന്നാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച്, ഞാൻ ഇത്ര വേണോ നിങ്ങളോട് ശാഠ്യം പിടിക്കൂല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിവിന്റെ പരമാവധി അത് 3 ഘട്ടമായിട്ട് ഞാൻ ഇതാക്കിയതാണ്. 313 ദിനേന ചെല്ലിയാൽ റാഹത്താണ്. അതിൽ കുറച്ചോ നിങ്ങൾ 100 പറ്റുന്നുള്ളൂ. നിങ്ങളുടെ അവസരം പോലെ നിങ്ങൾ മറ്റ് ദിക്റുകളൊക്കെ ചെല്ലുന്നവരാണ്, അതൊന്നും വേണ്ടാന്നല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹിക്ക് മഹത്വമുണ്ട്, സ്വലാത്തിന് മഹത്വമുണ്ട്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അതിനൊക്കെ മഹത്വമുണ്ട്. പക്ഷേ ഈ ലാ ഹൗല എന്ന മഹനീയമായ ദിക്ർ അത് വിട്ടുപോകാൻ പാടില്ല. അത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഖൈറുള്ളതാണ്. ഒരുപാട് ശ്രേഷ്ഠതകൾ ഇനിയും പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഇൻഷാ അല്ലാഹ് നാളത്തേക്ക് വെച്ചത് ബാക്കി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് ചെല്ലൂലേ? മാഷാ അല്ലാഹ് സ്വീകരിച്ചു. സഫ്വാൻ ആദം അതുപോലെ ഓരോരുത്തരും അതുപോലെ വേഗം മാഷാ അല്ലാഹ്. അൻസർ കരീം സ്വീകരിച്ചു. അങ്ങനെ മാഷാ അല്ലാഹ്. അല്ലാഹു ചിലപ്പോൾ എല്ലാവർക്കും ടൈപ്പ് ചെയ്ത് ഇടാൻ അറിയില്ല. നിങ്ങൾ മനസ്സുകൊണ്ട് കരുതിയാൽ മതി, നിങ്ങൾ ഓരോരുത്തരും നിയത്ത് വെച്ചാൽ മതി. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏറ്റവും ചുരുങ്ങിയത് 33 പ്രാവശ്യമെങ്കിലും നമ്മൾ സുബ്ഹാനല്ലാഹ് ചെല്ലുമല്ലോ. അപ്പോൾ അതേപോലെ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഔറാദുകളെല്ലാം കഴിഞ്ഞ് ദുആക്ക് ശേഷം അവിടുന്ന് മുസല്ല വിട്ടു പോകാതെ സുബഹി കഴിഞ്ഞിട്ട് ഒരു 33 പ്രാവശ്യം ആ രീതിക്കെങ്കിലും ഇൻഷാ അല്ലാഹ് ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിയത്തുകൾ അല്ലാഹു സാധൂകരിച്ച് പെരുമാറാവട്ടെ. എന്നാൽ ഇൻഷാ അല്ലാഹ് എല്ലാ വിഷമങ്ങളും മാറും, എല്ലാ പ്രയാസങ്ങളും മാറും.
എല്ലാവിധ ഖൈർ ബറക്കാത്തുകളും നൽകും, ഉറപ്പാണ്. കണ്ടോ അവിടെ പറയുന്നുണ്ടോ, ഇത് മുർസലീങ്ങളുടെ എണ്ണമിൽ ഖൈറുള്ളതാ, ഹമ്മെന്ന സൈന്യം തോറ്റു കീഴടങ്ങുന്നതാ. ഹമ്മെന്ന് പറഞ്ഞ നേരത്തെ ഏതാ പറഞ്ഞത്? ക്ലേശം, മനക്ലേശം. അത് ഉറപ്പായിട്ട് തോറ്റു തുന്നം പാടും. നമ്മുടെ മുന്നിലുണ്ടാവൂലേ, എല്ലാ പ്രശ്നങ്ങളും മാറും, മനക്ലേശവും മനപ്രയാസവും ഒക്കെ നീങ്ങും ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ. ഇത് ചെല്ലി നോക്കണം. ഇത് ഒരു ദിവസം ചെല്ലിയിട്ട് സാധേ ഒരു ഫലം ഉണ്ടായില്ല, അങ്ങനെ പറയരുത്. നിങ്ങൾ ഒരു 40 ദിവസം തുടർച്ചയായിട്ട് ചെയ്തു നോക്കി, 313 വെച്ചൊന്ന് നിത്യമാക്കി നോക്ക്. എൻ്റെ സഹോദര സഹോദരിമാർ, എന്നെ കേൾക്കുന്ന റൂഹെ ബയാൻ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഞാൻ ഈ നൽകിയ ഇജാസത്ത് നിങ്ങൾ സ്വീകരിക്കുകയും ഇത് ചെല്ലുകയും നിങ്ങൾ ചെയ്യും. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ വലിയ മാറ്റൊലി സൃഷ്ടിക്കാൻ സാധിക്കും, ഉറപ്പാണ്, അത് നിശ്ചയമാണ്. നാളത്തെ സദസ്സിൽ വരുമ്പോൾ എല്ലാവരും 313 ചൊല്ലിയിട്ട് വേണം വരാൻ. ഇൻഷാ അല്ലാഹ് 313 പ്രാവശ്യം ചൊല്ലിയിട്ട് വരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് ഒരു 11 പ്രാവശ്യം നമ്മളിവിടെ ചൊല്ലി ഒന്ന് ഇജാസത്തിന്റെ അനുവാദം നിങ്ങൾക്ക് തരികയാണ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒന്ന് ചൊല്ലിക്കോ, എല്ലാവരും ഒരേപോലെ തരണം. എങ്ങനെയാ ചൊല്ലേണ്ടത്? ദാ ചൊല്ലിക്കോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ولا حول ولا قوة إلا بالله العلي العظيم. ചൊല്ലിക്കോ ഒരേപോലെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم، ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم، ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم، ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم، ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم، ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم، ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم، ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم، ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم، ولا حول ولا قوة إلا بالله العلي العظيم. മാഷാ അല്ലാഹ്, ഈ ദിക്റൊക്കെ നമുക്ക് പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ചു തരികയാണ്. അതൊക്കെ നല്ല റാഹത്തായി പ്രവാചകർ പറഞ്ഞതും അത് മഹത്തുക്കളാകുന്ന പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതുമൊക്കെ അതിന്റെ ശ്രേഷ്ഠതകളും ചെയ്താൽ കിട്ടുന്ന നേട്ടങ്ങളുമൊക്കെ വിവരിച്ച് ബഹുമാനപ്പെട്ട ശൈഖുന മർഹൂം തഴവ ഉസ്താദ് അവറുകൾ നമുക്കത് മനോഹരമായ നിലയിൽ കാവ്യശകലങ്ങൾ തീർത്തുകൊണ്ട് നമുക്ക് നൽകി. അള്ളാഹു അവരുടെ ദറജ ഉയർത്തണേ അല്ലാഹ്, തഴവ ഉസ്താദിന്റെ ദറജ നീ ഉയർത്തണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തമുള്ളതാകുന്ന മക്കളായി ഞങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. അവിടുത്തെ കുടുംബാദികൾക്ക് എല്ലാവർക്കും നീ ഖൈർ ബറകാത്തുകൾ ഏറ്റി നൽകണേ അല്ലാഹ്. ജീവിത നിലവാരം നീ മെച്ചപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ ഏറ്റെടുത്തതാകുന്ന ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന മഹനീയമായ ദിക്ർ ബിസ്മി ചേർത്തുകൊണ്ട് കൃത്യമായി എല്ലാ ദിവസവും റാഹത്തായി നിലയിൽ ചൊല്ലി തീർക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.